السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أما بعد. ഒരു രാജാവിൻ്റെ കഥ പറയാം. അദ്ദേഹം അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ഒരുപാട് വിശ്വകരന്മാരായ ഡോക്ടർമാർ പരിശോധിച്ചു, പക്ഷേ അസുഖം പിടികിട്ടിയില്ല. അവസാനം ഒരാൾ വരികയാണ്. അദ്ദേഹത്തിന് രോഗം മനസ്സിലായി. അതിന് ഒരേയൊരു പരിഹാരമേയുള്ളൂ. ഈ നാട്ടിലെ ഏറ്റവും സംതൃപ്തനായ ഒരു മനപ്രയാസവുമില്ലാത്ത വ്യക്തിയുടെ കുപ്പായം രാജാവ് ധരിക്കണം. ഇതാണ് മരുന്ന്. ഏറ്റവും സംതൃപ്തനായ വ്യക്തി ആരാണ്? ആ ആളെ തിരക്കാൻ വേണ്ടി രാജാവ് ഉത്തരവിടുകയാണ്. പരിവാരങ്ങൾ തല പോകുമോ എന്ന് പേടിച്ച് സംതൃപ്തനായ വ്യക്തിയെയും അന്വേഷിച്ച് യാത്ര തുടരുകയാണ്. ആദ്യം അവർ ചെന്നത് ധനികരുടെ അടുത്താണ്. കാണുന്നവരോടൊക്കെ ചോദിച്ചു, ജീവിതത്തിൽ വല്ല മനപ്രയാസങ്ങളും ഉണ്ടോ? ധനികരോടാണ് ചോദ്യം. അവരന്വേഷിക്കുകയാണ്. ധനികർ പരാതികളുടെ ഭാണ്ഡങ്ങൾ അഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതായത്, ധനികരായ ഞങ്ങൾക്ക് ഒട്ടും സംതൃപ്തിയില്ല. ഉള്ള സമ്പത്ത് പെരുപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഞങ്ങൾ. മാത്രവുമല്ല, അതാരെങ്കിലും കട്ടുകൊണ്ടുപോകുമോ എന്ന പേടിയുമുണ്ട്. ഇനി തൻ്റെ മുതലിനേക്കാൾ കൂടുതൽ മുതൽ ആരെങ്കിലും സംഭരിച്ചു വെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ പ്രയാസങ്ങൾ. അപ്പോൾ ഈ പരിവാരങ്ങൾ അവരെ വിട്ട് ഇടത്തരക്കാരായ ആളുകളെ കാണാൻ ചെന്നു. അവരോട് അന്വേഷിച്ചപ്പോൾ അവർക്കും പരാതി മാത്രമേ ഉള്ളൂ. അതായത് ധനികർ ആകാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് അവർ. ധനികരുടെ പളപളപ്പ് കാണുമ്പോൾ അവരുടെ മനസ്സ് കരിയുകയാണ്. പൊങ്ങാത്ത മോഹങ്ങൾ സ്വപ്നം കണ്ട് താങ്ങാനാകാത്ത കടങ്ങൾ പേറി നിൽക്കുകയാണ് പല ഇടത്തരക്കാരും. അവരുടെ അടുക്കലും സംതൃപ്തിയില്ല എന്ന് മനസ്സിലാക്കിയ പരിവാരങ്ങൾ മൂന്നാമതായി ദരിദ്രരായ ആളുകളെ സമീപിക്കുകയാണ്. അവർക്കാണെങ്കിലോ